അഡ്വക്കേറ്റ് വി ആർ അനൂപ് 71-ൽ ഇന്ദിര ഹഠാവോ എന്നൊരു മുദ്രാവാക്യം ഉയർന്നു കേട്ടിരുന്നു. അപ്പോൾ അതിന് പകരം ഇന്ദിരാഗാന്ധി തിരിച്ചു പറഞ്ഞത് ഗരീബി ഹഠാവോ എന്നാണ്. അത് ഇന്ദിരാഗാന്ധിക്ക് ഗുണം ചെയ്യുകയും ചെയ്തു. ആ നിലയ്ക്കുള്ള ഒരു 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 തന്ത്രം പ്രയോഗിക്കാൻ നിലവിലെ കോൺഗ്രസിന് എന്തുകൊണ്ട് സാധിക്കാതെ പോയി? ഇപ്പോൾ പറയുന്ന മോഹൻ വർഗീസ് പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും അങ്ങ് യോജിക്കുന്നുണ്ടാകില്ല, പക്ഷേ ഐക്യമുണ്ടായിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഏറ്റവും അവസാനം നോക്കേണ്ട കാര്യവുമല്ല, ഏറ്റവും ആദ്യം നോക്കേണ്ട കാര്യമാണ്. അത് പ്രാഥമികമായി ഉണ്ടായിരുന്നില്ല നിങ്ങൾക്കിടയിൽ നിന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഒരുമിച്ച് ഉന്നയിക്കാൻ നിങ്ങൾ ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു? ഇല്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിലും ഉണ്ടായില്ല. സൗഹൃദ മത്സരം എന്നൊക്കെ ഇനിയും ആ പേരിട്ട് പറയുന്നത് എത്രത്തോളം അബദ്ധമാണ്? ബഹുമാന്യനായ മോഹൻ വർഗീസ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് CPM-ന്റെ പ്രതിനിധി അദ്ദേഹം ഡോക്ടർ നിതീഷ് ഇവിടെ ഉന്നയിച്ച ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൻ്റെ പാളിച്ചകൾ പരിശോധിക്കപ്പെടണമെന്നാണ്. അതിലൊരു സംശയമില്ല, കോൺഗ്രസിൻ്റെ പാളിച്ചകളും പരിശോധിക്കപ്പെടട്ടെ, ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല. പക്ഷേ ഇദ്ദേഹം ഇത് പറയുമ്പോൾ കോൺഗ്രസിനെ കോർണർ ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ ഔത്സുക്യം സ്വാഭാവികമാണ്. കോൺഗ്രസിൻ്റെ പാളിച്ചകൾ മാത്രം പരിശോധിക്കപ്പെട്ടാൽ മതിയോ? രാഹുൽ ഗാന്ധി വോട്ട് ചോരിയെക്കുറിച്ച് പത്രസമ്മേളനം നടത്തുന്നു. പിറ്റേ ദിവസം ഇവിടെ പിണറായി വിജയൻ്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. പിണറായി വിജയൻ എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ CPM-ന്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന നേതാവല്ലേ, ഒരു സംസ്ഥാനത്തിൻ്റെ CPM-നുള്ള ഏക മുഖ്യമന്ത്രിയാണ്. പിണറായി വിജയൻ രാഹുൽ ഗാന്ധി നടത്തിയ വോട്ട് ചോരിയെക്കുറിച്ച് നടത്തിയ പത്രസമ്മേളനത്തിന്റെ പിറ്റേ ദിവസം പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തുമ്പോൾ നമ്മളൊക്കെ സ്വാഭാവികമായി വിചാരിക്കുന്നത് വോട്ട് ചോരിയെക്കുറിച്ച് അദ്ദേഹം എന്തെങ്കിലും പറയുന്ന. പക്ഷേ രാഹുൽ ഗാന്ധി നടത്തിയ പത്രസമ്മേളനത്തിന്റെ പിറ്റേ ദിവസം പിണറായി വിജയൻ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധിയെ കുറിച്ചല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഇവരുടെ പ്രയോറിറ്റി വളരെ വ്യക്തമാണെന്നേ. ഇന്ത്യയിൽ ഈ വോട്ട് ചോരിയെക്കുറിച്ച് സംസാരിക്കാത്ത, അതിനെതിരെ ഈ പറയുന്ന വിഷയം ഉയർത്താത്ത ഏക മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. ഏറ്റവും അവസാന ഘട്ടത്തിൽ അദ്ദേഹം ബീഹാർ തെരഞ്ഞെടുപ്പൊക്കെ തോറ്റതിന് ശേഷമാണ് ഈ ഘട്ടത്തിലാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പൊ ഇത്തരം പാളിച്ചകളെ സ്വയം വിമർശനപരമായി പരിശോധിക്കാൻ CPM തയ്യാറാകുമോ എന്നുള്ള കാര്യമുണ്ട്. നിങ്ങൾക്ക് കോൺഗ്രസിന് വിമർശിക്കാം, കോൺഗ്രസിന്റെ സ്ട്രാറ്റജിയിൽ പിഴവ് പറ്റിയെന്ന് പറയാം, കോൺഗ്രസ് ചെയ്തത് ശരിയായില്ലെന്ന് പറയാം. പക്ഷേ ഈ വോട്ട് ചോരി എന്ന വിഷയം രാഹുൽ ഗാന്ധി കോൺഗ്രസ് ഉയർത്തിയ ഒരു പ്രശ്നം, അത് എങ്ങനെയാണ് ഉയർത്തപ്പെട്ടത് എന്നുള്ളത് കോൺഗ്രസ് അല്ല ഉയർത്തിയത്, രാഹുൽ ഗാന്ധിയല്ല ഉയർത്തിയത്. പിന്നെ മോഹൻ വർഗീസ് അദ്ദേഹം കോൺഗ്രസിന്റെ സ്ട്രാറ്റജിക്കലായ മിസ്റ്റേക്കിനെ കുറിച്ച് പറയുന്നത് അംഗീകരിക്കാം, അല്ലെങ്കിൽ ഐക്യത്തിനെ കുറിച്ച് പറയുന്നത് അംഗീകരിക്കാം. പക്ഷെ അദ്ദേഹം പറയുന്നത് അങ്ങേയറ്റം അപഹാസ്യം എന്ന് പറയാവുന്ന കാര്യം എന്താ? അദ്ദേഹം പറയുന്നത് എന്താ? നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ വിശ്വാസമില്ല, നിങ്ങൾ മത്സരിക്കാൻ പോകേണ്ടതേ. എത്ര ലാഘവത്തോടുകൂടിയാണ് പറയുന്നത്. രണ്ട് കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് വളരെയധികം അതിശയകരമായി തോന്നി. അദ്ദേഹം കോൺഗ്രസിനെ അപഹസിക്കുന്ന രീതിയിൽ അദ്ദേഹം പറയാണ്, നിങ്ങൾക്ക് അത്തരം ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങളത് മത്സരിക്കരുത്. രണ്ട്, മത്സരിച്ചതിന് ശേഷം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കരുത്. ഇത് എങ്ങനെ അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് പറയാൻ കഴിയുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് സാധ്യമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതിനകത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കും. ക്ലാരിറ്റി വരുത്തിക്കോട്ടെ. വൈരുദ്ധ്യമാണ് പറഞ്ഞത്. ശരി, അതല്ലാതെ എന്ത് ചെയ്യാൻ കഴിയും സാർ? നമുക്ക് ഇലക്ഷൻ സിസ്റ്റത്തിൽ അവിശ്വാസമുണ്ട്, അതിനകത്ത് ചില മാൽ പ്രാക്ടീസ് നടത്തും എന്ന് പറഞ്ഞ് നമ്മൾ ഇലക്ഷൻ ബഹിഷ്കരിക്കാൻ ആഹ്വാനം നൽകണോ? അദ്ദേഹത്തെ പോലെ അക്കാഡമിക് സ്കോളറായ ഒരാൾ അങ്ങനെയാണോ അതിനെ സമീപിക്കേണ്ടത്? അങ്ങ് പറയൂ, ഞങ്ങൾ ഇതല്ലാതെ എന്ത് ചെയ്യും? ഈ രാജ്യത്ത് ഇതുവരെ അഭിമുഖീകരിക്കാത്ത പുതിയൊരു സാഹചര്യത്തെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ AB വാജ്പേയിയുടെ ഗവൺമെന്റ് ഉണ്ടായിട്ടുണ്ട്, സംഘപരിവാറിന്റെ തന്നെ. അന്ന് ഇത് ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അടിയന്തരാവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല ഈ രാജ്യത്ത്. അടിയന്തരാവസ്ഥ എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റം സമ്പൂർണ്ണമായി കോൺഗ്രസിന്റെ കീഴിലാണെന്നേ. അന്ന് പോലും സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പല്ലേ രാജ്യത്ത് നടന്നത്. അടിയന്തരാവസ്ഥയിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും ഇന്ത്യയിൽ കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുമെന്ന് ആരെങ്കിലും പ്രവചിച്ചിട്ടുണ്ടോ? പക്ഷെ അന്നും കോൺഗ്രസ് ഉന്നതമായ ജനാധിപത്യ മൂല്യം ഉയർത്തിപ്പിടിച്ചൊരു തെരഞ്ഞെടുപ്പല്ലേ നയിച്ചത്. ശേഷനെ പോലൊരു ഇലക്ഷൻ കമ്മീഷണർ രാഷ്ട്രീയ നേതൃത്വവുമായി ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ഇവിടെ. പക്ഷെ അപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരമാധികാരമല്ല ഉയർത്തിപ്പിടിക്കപ്പെട്ടത്. ഇവിടെ കൃത്യമാണ് താങ്കൾ പറയുന്നത്, ഇത് അനിതര സാധാരണമായ ഒരു സാഹചര്യമാണ്. നമ്മൾ ഇതുവരെ അഭിമുഖീകരിക്കാത്തൊരു സാഹചര്യത്തോടാണ് നമ്മൾ ഫൈറ്റ് ചെയ്തതെന്നുള്ളൊരു ബോധ്യം വേണ്ടേ കോൺഗ്രസിനെ വിമർശിക്കുമ്പോൾ? കോൺഗ്രസിന് മുന്നിൽ ഈ പറയുന്ന ഇലക്ഷനിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഇനി ഇലക്ഷന് ശേഷവും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. ഞങ്ങൾ ഇലക്ഷന് മുമ്പും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ഇലക്ഷന് ശേഷവും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ ഇലക്ഷൻ തോറ്റതിന് ശേഷവും ഞങ്ങളിത് പായ മുടക്കി വീട്ടിൽ പോകുമെന്ന് കരുതാണ് ഞങ്ങൾ നിരന്തരം ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു ഷോർട്ട് ടൈം പ്രൊജക്റ്റ് അല്ലെന്നേ, ഞങ്ങളൊരു ദീർഘകാല പദ്ധതിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എങ്ങനെയാണ് ഇന്ത്യയിൽ കൊളോണിയൽ ഭരണകൂടത്തോട് നേർക്ക് നേർ യുദ്ധം ചെയ്തതുപോലെ കൃത്യമായി ഞങ്ങൾ ഈ പറയുന്ന സംഘപരിവാർ ഫാസിസ്റ്റ് ഭരണകൂടത്തോട് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും.
അത് രാജ്യത്തിനകത്ത് സംസാരിക്കും. ഈ പറയുന്ന കാര്യങ്ങൾ അന്താരാഷ്ട്ര സമൂഹമടക്കം ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങൾ നിരന്തരം ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് വളരെ കൃത്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് തോറ്റതിന്റെയോ ജയിച്ചതിന്റെയോ പ്രശ്നമല്ല. ഇന്ത്യയിൽ ജനാധിപത്യം തോൽക്കുന്നതിന്റെ പ്രശ്നമാണ്. ഞങ്ങൾ ഈ കണക്കുകൾ നിരന്തരം ഉദ്ധരിക്കുക എന്ന് പറയുന്നത് ഇവിടെ വളരെ നിഷ്കളങ്കമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ബോധമുണ്ട്. ഇത് ചില വോട്ടുകൾ വെട്ടിമാറ്റപ്പെട്ടാലൊക്കെ ഇത്ര പരാജയം ഉണ്ടാകും, അതുകൊണ്ട് മാത്രം തോൽക്കുമോ എന്നാ ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു. അതുകൊണ്ട് മാത്രം തോൽക്കും. 68 ലക്ഷം വോട്ട് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 20,000 വോട്ടാണെന്നേ. 21 ലക്ഷം വോട്ട് എന്ന് പറയുന്നത് അധികം ചേർക്കപ്പെടുന്നത് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രം 6,000 വോട്ടാ. സ്മൃതി ഒന്ന് ആലോചിച്ച് നോക്കണം. 26,000 വോട്ടുണ്ടെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകർ എന്നുള്ളതിൽ താങ്കൾക്ക് വിലയിരുത്താം. 26,000 വോട്ടുണ്ടെങ്കിൽ ഒരു 70% തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അട്ടിമറിക്കാൻ എന്താണ് പ്രയാസം? ആ യാഥാർത്ഥ്യം അവിടെ നിൽക്കുമ്പോൾ നമ്മൾ നിരന്തരം വോട്ട് ചോർച്ച കൊണ്ട് പറ്റുമോ, കോൺഗ്രസ് ഇത് ഒഴിഞ്ഞു മാറില്ലല്ലേ എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന ആളുകളെ സഹായിക്കുകയാണ്. ശരി. Debate with Smriti Parathikkad.